ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമുക്കൊപ്പം ചേരും. ശ്രീ ആർ വി ബാബു, പലതരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ഹിന്ദു ഐക്യവേദി കരുതുന്നത് എമ്പുരാൻ ആന്റി ഹിന്ദു പ്രൊപ്പഗാൻഡ ഉള്ള സിനിമ എന്നാണോ? എമ്പുരാന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പ്രതിപാദിക്കുന്ന സിനിമയാണ്. ഞാൻ ആ സിനിമ കണ്ടൊരാൾ എന്ന നിലയ്ക്ക് പറയുകയാണ്. അതൊരു രാഷ്ട്രീയ പശ്ചാത്തലം വിവരിക്കുന്ന ഒരു സിനിമയാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം ആന്റി ഹിന്ദു പശ്ചാത്തലമാണ്. അതങ്ങനെ പറയാൻ കാരണം ഗോദ്രയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത്. ഗോദ്രയുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം, ഗോദ്രയുടെ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റില്ല, ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലം പറയുമ്പോൾ അത് ഏകപക്ഷീയമായി പോയി ആ സിനിമ പറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഗോദ്രയുടെ സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം വരുമ്പോൾ, അല്ലെങ്കിൽ അത് കേവലം ചിത്രങ്ങളിലൂടെ ഒരു ട്രെയിൻ കത്തുന്നതായിട്ടും തുടർന്നുള്ള പത്രവാർത്തകളിലൂടെ കാണിക്കുന്നത് തീവണ്ടിക്ക് തീപിടിച്ചു എന്നാണ്. അപ്പൊ തീവണ്ടിയിൽ തീപിടുത്തം ഉണ്ടായി, അപ്പൊ തീ പിടിച്ചതാണ്, തനിയെ പിടിച്ചതാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അതിന്റെ വ്യാഖ്യാനം. അത് പുറത്തുനിന്ന് ആരെങ്കിലും കത്തിച്ചതാണെന്നോ ട്രെയിൻ ആക്രമിച്ചതാണെന്നോ അതിൽ 59 കർഷകർ കൊല്ലപ്പെട്ടു എന്നോ തരത്തിലുള്ള ഒരു സൂചന അത് നൽകുന്നില്ല. പിന്നീടുണ്ടാകുന്ന കലാപം ഏകപക്ഷീയമാണ്. അതൊരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് കൊണ്ടുവരുമ്പോൾ അത് ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല ശ്രീ ആർ വി ബാബു, ഇതൊരു ചരിത്ര ഡോക്യുമെന്ററി ഒന്നും അല്ലല്ലോ, സിനിമയല്ലേ? സിനിമയാണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേരള സ്റ്റോറിക്ക് ആനുകൂല്യം കൊടുത്തില്ലല്ലോ. അല്ല, അന്ന് കേരള സ്റ്റോറിക്ക് നിങ്ങൾ പറഞ്ഞ വാദമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. എന്താ? അല്ല, കേരള സ്റ്റോറിക്ക് ഞങ്ങളും പറഞ്ഞ സിനിമയാണെന്ന് തന്നെയാണ്. സ്വാതന്ത്ര്യം ഇപ്പോൾ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്ത് മാതൃകയാകട്ടെ. ഞങ്ങളാരും സിനിമ നിരോധിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഹിന്ദു ഐക്യവേദി നടത്തിയിട്ടുണ്ടോ? സംഘപരിവാർ സംഘടനകൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ അത് സോഷ്യൽ മീഡിയ ജനങ്ങളുടേതാണ്. ജനങ്ങൾ പല അഭിപ്രായക്കാരാണ്. അതിൽ ഹിന്ദു ഐക്യവേദിക്ക് ബന്ധമില്ല, സംഘപരിവാർ സംഘടനകൾക്കും ബന്ധമില്ല. സംഘപരിവാർ ഉണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയുമല്ലോ. അതിനകത്ത് നിങ്ങൾ എന്താ സംഭവം? ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് സെലക്റ്റീവാണ്. നിങ്ങൾ കേരള സ്റ്റോറിക്ക് വേണ്ടി വാദിക്കുന്ന, അതിനെതിരായിട്ട് ഇതേ ചർച്ചകൾ നിങ്ങൾ നയിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും. ഒരു സിനിമയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നാട്ടിലില്ലേ? ആ സിനിമയുടെ ചരിത്ര വസ്തുതകൾ ഉണ്ടെങ്കിൽ ആ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്തുതകൾ ശരിയല്ല. ആ നരേറ്റീവ് തെറ്റാണ്. ഇവിടെ ഗോത്ര സംഭവത്തിൽ പ്രതികളാക്കപ്പെട്ട് 94 പേര് പ്രതികളാക്കപ്പെട്ടു. അതിൽ 33 പേരെ ശിക്ഷിച്ചു. അതിൽ 11 പേർക്ക് വധശിക്ഷ കൊടുത്തു. അത് സുപ്രീം കോടതിയാണ്, ഹൈക്കോടതിയാണ് വധശിക്ഷ ലൈഫ് ഇംപ്രിസൺമെന്റ് ആക്കിയത്. അവർക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നിലനിൽക്കുന്നു. ശ്രീ ആർ വി ബാബു, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഈ സിനിമ കാണുന്നു. ഇതിനെ സിനിമയായി മാത്രം കണ്ടാൽ പോരെ എന്ന് ബി.ജെ.പിയുടെ നേതാക്കന്മാർ ചോദിക്കുന്നു. ഈ സംഘപരിവാർ സംഘടനകളിൽ ഒരു അഭിപ്രായം ഇല്ല അല്ലേ ഈ വിഷയത്തിനകത്ത്? ഈ വിഷയത്തിൽ ബി.ജെ.പിയുടെ അഭിപ്രായം കാണും. ബി.ജെ.പി അഭിപ്രായം പറഞ്ഞോട്ടെ. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒരു സിനിമ, ആ സിനിമയിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അതിനോട് ചരിത്ര വസ്തുതകൾ കൂട്ടിക്കെട്ടുമ്പോൾ ആ ചരിത്രം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ നാട്ടിൽ? ആ സ്വാതന്ത്ര്യമല്ലേ സംഘടനാ നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് വിനിയോഗിക്കുന്നുള്ളൂ. ബാക്കി സിനിമ ബഹിഷ്കരിക്കാൻ ഒക്കെ ഇപ്പൊ ഇവിടെ നേരത്തെ വസീഫ് പറയുന്നത് കേട്ടു, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. TP 51 സ്ഥിതി എന്തായിരുന്നു? ലെഫ്റ്റ് റൈറ്റിന്റെ സ്ഥിതി എന്തായിരുന്നു? കണ്ണൂർ ജില്ലയിൽ എത്ര സിനിമാ കോട്ടകളിൽ അത് കളിക്കാൻ അനുവദിച്ചു? എന്നിട്ട് ഇവരുടെ വന്ന് വാചകം അടിക്കുന്നു.